നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 10/1/2025 ശനിയാഴ്ച രാവിലെ റബ്ബർ വില മാറ്റമില്ല തുടരുകയാണ്. അതേസമയം ഒട്ടുപാലിൽ വൻ വർധനവയാണ്. അതുപോലെ സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം 1 ഗ്രാമിൻ്റെ മുകളിൽ 120 രൂപയും ഒരു പവൻ്റെ മുകളിൽ 960 രൂപയാണ് കൂടിയിരിക്കുന്നത്. ഈ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 187 രൂപ 50 പൈസ, RSS 5 കിലോ 183 രൂപ, ISNR 20 166 രൂപ, ലാറ്റക്സ് 60% ARC ഉള്ള 130 രൂപ 50 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില. ഈ കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 187 രൂപ 50 പൈസ, RSS 5 കിലോ 183 രൂപ. ഇതാണ് രാവിലത്തെ കൊച്ചി വില. ഈ കേരളത്തിലെ മറ്റിനം ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 176, ലോട്ട് കിലോ 166 മുതൽ 171 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 124 രൂപ, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 93 രൂപ. ഇനി വിദേശ വില നോക്കുമ്പോൾ RSS 4 കിലോ 194 രൂപ 50 പൈസ, RSS 5 കിലോ 194 രൂപ 7 പൈസ. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 180 രൂപ 50 പൈസ, RSS 5 കിലോ 176 രൂപ 50 പൈസ. ഈ കേരളത്തിലെ ഫീൽഡ് ലാറ്റക്സ് വ്യാപാരി വില 173 രൂപ, ഫാക്ടറി വില 183. 25% DRC ഉള്ള 200 ലിറ്റർ ബാറിന് 8650, 30% DRC ഉള്ള 200 ലിറ്റർ ബാറിന് 10380, 35% DRC ഉള്ള 200 ലിറ്റർ ബാറിന് 12110. കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരിയിലെ കോട്ടയം RSS 4 കിലോ 179 രൂപ 50 പൈസ, RSS 5 കിലോ 175, ISNR 20 164 മുതൽ 164 രൂപ 50 പൈസ വരെ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 106 50 പൈസ മുതൽ 118 രൂപ. ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില. മിക്ക ആൾക്കാരും വളരെ ശുഭപ്രതീക്ഷയിൽ ടാപ്പ് ചെയ്ത് നിന്നാലും പാലില്ലാത്ത മരങ്ങൾ റബ്ബർ ടാപ്പിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ്. കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 12770, ഒരു പവൻ 1,02,160. അതുപോലെ 24 ക്യാരറ്റ് 13,931, ഒരു പവൻ 1,11,448. അതുപോലെ 18 ക്യാരറ്റ് 10,448, ഒരു പവൻ 83,584. ഇതാണ് രാവിലത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 90, ചകരിയുള്ള പച്ചത്തേങ്ങ 60 മുതൽ 80. പല സ്ഥലങ്ങളിൽ പല വിലയാണ്. വെളിച്ചെണ്ണ ലിറ്റർ 430, കൊപ്ര അടുത്തപടി 187 50 പൈസ, കച്ചവലം ഉണങ്ങിയത് 500, അടയ്ക്ക പുതിയത് 350, പഴയത് 360, കാഞ്ഞിരക്കുരു 1880, കയർ ഇടക്കയർ 10, കരിപ്പൊട്ടി കയർ 10 മുതൽ 15, ജാതിക്ക തൊണ്ടോടുകൂടി 280, ഗ്രാമ്പു 800, ഗ്രാമ്പു നാടൻ 920, കുരുമുളക് അങ്കാറുള്ള കിലോ 692, കുരുമുളക് പുതിയത് 682, കുരുമുളക് ഗാറുള്ള കിലോ 712, ചുക്ക് വെസ്റ്റ് 300, മഞ്ഞൾ സെൽ 155, 34 പഴം 47. അവിടെ വയനാടൻ കുരുമുളക് 680, ചേട്ടൻ 670. കോൺഗ്രസിൻ്റെ സീറ്റായ കൊട്ടാരക്കരയിൽ ഐഷാപ്പറ്റി കോൺഗ്രസ് മത്സരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെ മുൻ സ്ഥാനാർത്ഥി രശ്മി 2021 KL ബാലഗോപാലിനെതിരെ മത്സരിച്ച രശ്മി അന്ന് 10,000 വോട്ടുകൾക്കാണ് തോറ്റത്. അവരെ ഐഷാപ്പറ്റിയെ മത്സരിപ്പിക്കുന്ന രശ്മി രംഗത്തെത്തിയിരിക്കുകയാണ്. ഐഷാപ്പറ്റി മുൻ MLA കോൺഗ്രസിൽ വന്നാൽ മത്സരിപ്പിക്കാൻ റെഡിയായിരിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വവും കൊടിക്കുന്നിൽ സുരേഷ് MP. ഇപ്പോഴും മിക്ക കമ്മ്യൂണിസ്റ്റുകാരും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നവർ ഐഷാപ്പറ്റി കോൺഗ്രസിലോട്ട് പോകത്തില്ലെന്നാണ്. ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തപ്പോൾ CPM-കാരായാണെന്ന് അഭിമാനത്തോടെ പറഞ്ഞ ഐഷാപ്പറ്റിയെ കോൺഗ്രസ് പരിഗണിക്കില്ല എന്നാണ് വിശ്വസിക്കുന്നതെന്ന് അവർ കൂട്ടിച്ചേർത്തു. കൊട്ടാരക്കര UDF സ്ഥാനാർത്ഥിയാവാൻ നിരവധി ആൾക്കാരാണ് ക്യൂവിൽ നിൽക്കുന്നത്. രശ്മി, അഖിൽ മാരാർ, അഞ്ജു തോമസ്, അങ്ങനെ നിരവധി പേർ. ഐഷാപ്പറ്റിയുടെ തീരുമാനമനുസരിച്ചായിരിക്കും മറ്റ് സ്ഥാനാർത്ഥികൾക്ക് പരിഗണന കൊടുക്കുന്നത്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.